ഹായ്. നമ്മൾ മനുഷ്യന്മാർക്ക് 3 മുഖങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഒരു ജാപ്പനീസ് പഴഞ്ചൊല്ലനുസരിച്ച് ഒരു തിയറി ഉണ്ട്, 3 ഫേസ് തിയറി എന്ന് പറയും. അതിൽ 3 മുഖങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ മുഖം എന്ന് പറയുന്നത് നമ്മൾ ഈ വേൾഡിന് മുന്നിൽ, ഈ സൊസൈറ്റിക്ക് മുന്നിൽ മാത്രം കാണിക്കുന്ന ഒരു ഫേസ് ഉണ്ട്. പൂർണ്ണമായിട്ടും അത് സത്യസന്ധമല്ല. രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും ഇടയിലൊക്കെ മാത്രം കാണിക്കുന്ന ഒരു ഫേസ് ഉണ്ട് നമുക്ക്. ആദ്യത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സത്യസന്ധമാണെങ്കിലും പൂർണ്ണമായിട്ടും യഥാർത്ഥമല്ല എന്നാണ് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രം അറിയാവുന്ന, നമ്മൾ ഒറ്റയ്ക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ മുഖം, നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്നൊക്കെ പറയാൻ പറ്റും. അതാണ് മൂന്നാമത്തെ മുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മനുഷ്യനെ എടുത്ത് നോക്കിയാൽ, ഒന്നും വേണ്ട, നമ്മളെ തന്നെ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, നമ്മൾക്കും 3 മുഖങ്ങളുണ്ടല്ലേ. നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത്, നമ്മളുടെ അടുത്ത ആളുകൾക്ക് മുന്നിൽ കാണിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിയല്ലേ?